ഹലോ, കുക്ക് വിത്ത് റിനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെജിറ്റേറിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന പനീർ കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണിത്. നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന പനീറിൻ്റെ പകുതി ഫ്രൈ ചെയ്തും പകുതി ഫ്രൈ ചെയ്യാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പനീർ കട്ട്ലറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 200 ഗ്രാം പനീറാണ് ഞാനിവിടെ പനീർ കട്ട്ലറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പം ഫ്രോസൺ പനീറാണ്. ഫ്രോസൺ പനീർ വേണമെന്നൊന്നുമില്ല, നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള പനീർ ഉപയോഗിച്ചാലും മതി. ഇത് കൂടാതെ ഒരു വലിയ സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം അരിഞ്ഞത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണോളം ഉണ്ടാവും. ഒരു വലിയ അല്ലി വെളുത്തുള്ളി ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം. പിന്നെ വേണ്ടുന്നത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. ഞാനിപ്പോൾ ഇവിടെ 4 പച്ചമുളകാണ് ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടുന്നത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കണമെന്നില്ല. ഞാനിപ്പോൾ ഇവിടെ കൂടുതലും കറിവേപ്പിലയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, കുറച്ച് മല്ലിയില. പൊടികളായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പോലും ഉണ്ടാവില്ല മഞ്ഞൾപ്പൊടി. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, അത് 1/4 ടീസ്പൂണാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ കട്ട്ലറ്റിനൊരു നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/4 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒട്ടും തന്നെ എരിവുണ്ടാവില്ല, അപ്പോൾ ആ നിറത്തിന് വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതാണ്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗരം മസാലയാണ്. പിന്നെ 2 പൊട്ടറ്റോ ഇതുപോലെ പുഴുങ്ങി ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന 200 ഗ്രാം പനീറുണ്ടല്ലോ, അതിൽ നിന്ന് 100 ഗ്രാം, അതായത് പകുതി കുറച്ച് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തതിന് ശേഷം അത് പൊടിച്ചെടുക്കുകയും വേണം. പിന്നെ ബാക്കിയുള്ള 100 ഗ്രാം ഉണ്ടല്ലോ, അതായത് നമ്മൾ ഫ്രൈ ചെയ്യാത്ത 100 ഗ്രാം, അത് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കണം. നമ്മുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടോ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതി. പനീർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് പനീറിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ, ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ആ പനീറെല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി. ഈ ഒരു കളർ മതി, ഇതിൽ കൂടുതലത് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ ആ പനീർ രണ്ടും, അതായത് ഫ്രൈ ചെയ്തതും ചെയ്യാത്തതും ഇതുപോലെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ ഇട്ട് പൊടിച്ചെടുത്താൽ മതി. ഫ്രൈ ചെയ്തത് തണുത്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക. ഇനി നമ്മൾ ആ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവോള എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് സവോള ഇട്ട് വഴറ്റിയെടുക്കാം. ഈ സവോളയുടെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടെ ചേർത്ത് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാവുന്നതാണ്. പച്ചമുളകിൻ്റെയൊക്കെ അളവ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്തുക. ഇനി ഈ സവോള ഒന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആ അരിഞ്ഞെടുത്ത് വെച്ചിരുന്ന കറിവേപ്പിലയും മല്ലിയിലയും ഉണ്ടല്ലോ, അതിൽ നിന്നും കൂടെ കുറച്ച് ചേർത്ത് നന്നായിട്ട് സവോള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ, അതായത് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കുക. പൊടികൾ മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ
പൊടിച്ചു വെച്ചിരിക്കുന്ന പനീറും കൂടെ ചേർത്ത് കൊടുക്കുക. അതായത് ഫ്രൈ ചെയ്യാതെ നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പനീർ ഉണ്ടല്ലോ, അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ആ പനീർ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിനകത്ത് എന്തെങ്കിലും അധികമായിട്ട് വെള്ളമയം തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ തുറന്നു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകരുത്. അധികമായിട്ടുള്ള ആ വെള്ളമയം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. എനിക്കിപ്പം ഇതിനകത്ത് അധികമായിട്ട് വെള്ളമയമൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അതും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ആ പൊട്ടറ്റോയും അതിലേക്ക് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഇതുപോലെ തുറന്ന് വെച്ച് ചെറുതീയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരുപാട് ഇതിനകത്ത് വെള്ളമായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് നേരം കൂടെ ഒന്ന് ഇതുപോലെ തന്നെ ആ വെള്ളം മയം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. എനിക്കിപ്പം ഇവിടെ അധികമായിട്ട് വെള്ളമയം ഒന്നുമില്ല. ഞാനിപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ചെടുത്ത് ഒരു ചെറിയ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റുവാണ്. അതിൻ്റെ ആ പാകം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ച് മാറ്റി വെച്ച ആ കട്ട്ലറ്റിൻ്റെ കൂട്ടാണിത്. ഇപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കണ്ടോ, കൈ കൊണ്ട് ഉരുട്ടാൻ നോക്കിയിട്ട് നന്നായിട്ട് അത് ഉരുണ്ട് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കൂട്ടിൻ്റെ പാകം. അതായത് അധികമായിട്ട് വെള്ളമയം ഒന്നും ഇല്ലാതെ നമ്മുടെ കൈ കൊണ്ട് ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാവുന്ന പാകം. അതാകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ആ എടുത്തിരുന്ന മല്ലിയിലയും കറിവേപ്പിലയും കുറച്ച് ബാക്കിയുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനി നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം വേണം നമ്മൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പം ആ കട്ട്ലറ്റിൻ്റെ കൂട്ട് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും ഇത് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കൈ കൊണ്ട് തന്നെ ചെറിയ ഉരുളകളാക്കി എടുത്ത് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഹാർട്ട് ഷേപ്പോ സ്റ്റാർ ഷേപ്പോ അങ്ങനെ ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും ആക്കിയെടുക്കാം. അതുകൊണ്ടോ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ റൗണ്ടായിട്ട് ഉരുട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് സൈഡിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ വിള്ളൽ പോലെ തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ദാ ഞാൻ ആ കട്ട്ലറ്റ് എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ അളവിൽ നിന്ന് ചെറിയ 14 കട്ട്ലറ്റിനുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. അതല്ല ഇത് മുട്ടയുടെ വെള്ളയിലോ അല്ലെങ്കിൽ മൈദയുടെ മിക്സിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇപ്പം ഞാൻ ഇവിടെ പ്യുവർ വെജിറ്റേറിയൻസിനൊക്കെ പറ്റുന്നത് പോലെ കുറച്ച് മൈദയിലാണ് ഇത് മുക്കി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുന്നത്. അതായത് 1-2 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിൽ, ഒരു 1/4 കപ്പോളം വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടിരിക്കുന്ന പരുവമായിരിക്കണം. എന്നിട്ട് ഇനി ഈ കട്ട്ലറ്റ് ഓരോന്നോരോന്ന് ഈ മൈദയുടെ മിക്സിലേക്ക് മുക്കുക ആദ്യം ഒന്ന്. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുക്കാം.
അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഇപ്പം പകുതി മാത്രമേ ഇപ്പോഴത്തേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ ഫ്രീസറിലേക്ക് വെക്കുവാണ്. അപ്പോൾ ഇപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ആ കട്ട്ലറ്റ് ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിലാണ് വെക്കുന്നത്, ഫ്രീസറിലല്ല. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒട്ടും തന്നെ ഇത് പൊടിഞ്ഞു പോയില്ല. ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 hour ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കട്ട്ലറ്റ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് എണ്ണ കുടിച്ച് പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യാം. അപ്പം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിനകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഓൾറെഡി കുക്കായതാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് ഇതിനെ അങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം നല്ല കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, എന്നാൽ അകത്തുള്ള പനീറൊക്കെ നന്നായിട്ട് കുക്കായി നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഈ ഈസി ആയിട്ടുള്ള പനീർ കട്ട്ലറ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു.